കഴിഞ്ഞ 48 മണിക്കൂറിനുള്ളിൽ തെക്ക് വടക്ക് ഗാസയ്ക്ക് മേൽ ഇസ്രയേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ 300-ലധികം പേർ കൊല്ലപ്പെട്ടു. പലസ്തീൻ മേഖല പിടിച്ചെടുക്കാനുള്ള നീക്കങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന ഇസ്രയേലിന്റെ പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് ആക്രമണങ്ങൾ ശക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാത്രിയിൽ നടത്തിയ ഏറ്റവും പുതിയ ആക്രമണങ്ങളിൽ 100ഓളം പേർ കൊല്ലപ്പെട്ടു. മാർച്ചിലെ വെടിനിർത്തൽ കരാർ തകർന്നതിന് ശേഷമുള്ള ഏറ്റവും രൂക്ഷമായ വ്യോമാക്രമണമാണ് പ്രദേശത്ത് നടക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പശ്ചിമേഷ്യൻ പര്യടനം അവസാനിപ്പിച്ചതിന് പിന്നാലെയാണ് ഇസ്രയേൽ ആക്രമണങ്ങൾ രൂക്ഷമായിരിക്കുന്നത്. അർദ്ധരാത്രിയിലുണ്ടായ ആക്രമണത്തിൽ 58 പേർ കൊല്ലപ്പെട്ടു. നിരവധി പേർ അവശിഷ്ടങ്ങൾക്കിടയിൽ കിടക്കുന്നുണ്ട്. ആശുപത്രിക്കുള്ളിലെ സ്ഥിതി വളരെ മോശമാണെന്നും വടക്കൻ ഗാസയിലെ ഇന്തോനേഷ്യൻ ആശുപത്രി ഡയറക്ടർ മർവാൻ അൽ സുൽത്താൻ പറഞ്ഞു. ഇസ്രയേൽ പുതിയ കരയാക്രമണവുമായി മുന്നോട്ടു പോകാൻ തുടങ്ങിയെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നുണ്ട്. ഗാസ മുനമ്പിൽ സൈനിക നടപടികൾ വിപുലീകരിക്കുന്നതിനും പലസ്തീൻ പ്രദേശങ്ങൾ പിടിച്ചെടുക്കുന്നതിനുമായി കൂടുതൽ സൈനികരെ അണിനിരത്തിയതായി ഇസ്രയേൽ അറിയിച്ചു. അതിർത്തിയിൽ കവചിത സേനയെ വിന്യസിക്കുന്നത് ഉൾപ്പെടെയുള്ള നീക്കം ഹമാസിനെ പരാജയപ്പെടുത്താനും ബന്ദികളെ തിരികെ കൊണ്ടുവരാനും ലക്ഷ്യമിട്ടുള്ള ഓപ്പറേഷൻ ഗീഡിയൻസ് വാഗൺസിന്റെ പ്രാരംഭഘട്ടമാണെന്നും ഇസ്രയേൽ പറയുന്നു. ട്രംപ് പശ്ചിമേഷ്യൻ സന്ദർശനം അവസാനിപ്പിക്കുന്നതിനും മുമ്പ് പുതിയ സൈനിക നീക്കം ആരംഭിക്കില്ലെന്ന് ഈ മാസം ആദ്യം ഒരു ഇസ്രയേലി പ്രതിരോധ ഉദ്യോഗസ്ഥൻ പറഞ്ഞിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾ പുനരാരംഭിക്കാനും ഉപരോധം അവസാനിപ്പിക്കാനും ഇസ്രയേലിന് മേൽ അന്താരാഷ്ട്ര സമ്മർദ്ദം വർദ്ധിച്ചു വരികയാണ്. 76 ദിവസം മുമ്പ് ഇസ്രയേൽ സഹായ വിതരണം തടഞ്ഞതിനെ തുടർന്ന് ഗാസയിൽ കടുത്ത ക്ഷാമം ആസന്നമായിരിക്കുന്നുവെന്നും ഐക്യരാഷ്ട്രസഭ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ വിട്ടുകൊടുക്കില്ലെന്ന തീരുമാനത്തിൽ തന്നെ ഗാസ പിടിച്ചെടുക്കാനുള്ള സൈനിക നടപടി തുടങ്ങിയിരിക്കുകയാണ് ഇസ്രയേൽ. ഗാസ മുഴുവൻ പിടിച്ചെടുക്കൽ, ഹമാസിന്റെ ഉന്മൂലനം എന്നിവ ലക്ഷ്യമിട്ട് പ്രഖ്യാപിച്ച സൈനിക നടപടിയുടെ ആദ്യഘട്ടം ആരംഭിച്ച് ഇസ്രയേൽ. അതിന്റെ ഭാഗമായി ഇസ്രയേൽ സൈന്യം ശനിയാഴ്ച ഗാസ മുനമ്പിൽ ആക്രമണം വ്യാപിപ്പിച്ചു. രാവിലെ ഖാൻ യൂനിസിലുണ്ടായ ആക്രമണത്തിൽ 10 പേർ കൊല്ലപ്പെട്ടു. ഹമാസിന്റെ പരാജയം, ബന്ദിമോചനം തുടങ്ങിയ നടപടിയിലൂടെ മുഴുവൻ യുദ്ധ ലക്ഷ്യങ്ങളും നേടുമെന്നും ഇസ്രയേൽ സൈന്യം പറഞ്ഞു. ആക്രമണം വിപുലമാക്കിയതിനൊപ്പം കൂടുതൽ പ്രദേശങ്ങൾ പിടിക്കാനായി സൈന്യത്തെ വിന്യസിച്ചിട്ടുണ്ടെന്നും അറിയിച്ചു. ഇസ്രയേലിന്റെ 3 മാസമായുള്ള സമ്പൂർണ്ണ ഉപരോധത്തെ തുടർന്ന് ഗാസ കൊടും പട്ടിണിയിലേക്ക് നീങ്ങവെയാണ് നടപടി. മരുന്നും ചികിത്സയ്ക്ക് വേണ്ട അവശ്യ വസ്തുക്കളും ലഭിക്കാത്തതിനാൽ പ്രവർത്തനം അവസാനിപ്പിക്കേണ്ട വക്കിലാണെന്നും ആശുപത്രികൾ അറിയിച്ചു. വെള്ളിയാഴ്ചത്തെ ആക്രമണത്തിൽ 100-ലേറെ പേർ കൊല്ലപ്പെട്ടിരുന്നു. മാർച്ച് 18-ന് യുദ്ധം പുനരാരംഭിച്ചതിന് ശേഷം 2985 പേർ ഗാസയിൽ മരിച്ചു. എന്നാൽ ഗാസയിലെ യുദ്ധത്തിൽ ഇസ്രയേൽ സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകിയെന്ന് തുറന്നു സമ്മതിച്ച് US ടെക് ഭീമൻ മൈക്രോസോഫ്റ്റ്. യുദ്ധം നടക്കവേ അത്യാധുനിക AI സാങ്കേതിക വിദ്യയുടെ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ് സർവീസായ അസൂറും ഇസ്രയേൽ സൈന്യത്തിന് കൈമാറിയെന്ന് കമ്പനി കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞു. ഒപ്പം ഗാസയിൽ ഹമാസ് ബന്ദികളാക്കി വെച്ചിരിക്കുന്നവരെ കണ്ടെത്താനും രക്ഷിച്ചുകൊണ്ടുവരാനുമുള്ള സാങ്കേതിക സഹായം ലഭ്യമാക്കിയെന്നും വ്യക്തമാക്കി. എന്നാൽ തങ്ങളുടെ അസൂർ പ്ലാറ്റ്ഫോമോ AI സങ്കേതങ്ങളോ ഗാസയിലെ ജനങ്ങളെ ദ്രോഹിക്കാൻ ഇസ്രയേൽ ഉപയോഗിച്ചതിന് ഒരു തെളിവുമില്ലെന്നും മൈക്രോസോഫ്റ്റ് അവകാശപ്പെട്ടു. വ്യാഴാഴ്ച കമ്പനിയുടെ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച ബ്ലോഗിലാണ് ഇക്കാര്യം പറയുന്നത്. യുദ്ധത്തിൽ മൈക്രോസോഫ്റ്റ് ഇസ്രയേലിനെ സഹായിച്ചെന്ന ആരോപണം നേരത്തെ ഉയർന്നിരുന്നെങ്കിലും കമ്പനിയുടെ ഭാഗത്തു നിന്നും അതിന് സ്ഥിരീകരണം ഉണ്ടാകുന്നത് ആദ്യമാണ്. ഇസ്രയേൽ പ്രതിരോധ വകുപ്പും മൈക്രോസോഫ്റ്റും തമ്മിലുള്ള ഇടപാടുകളെ കുറിച്ച് 3 മാസം മുൻപ് വാർത്താ ഏജൻസിയായ AP അന്വേഷണ റിപ്പോർട്ട് പുറത്തുവിട്ടിരുന്നു. 2023 ഒക്ടോബർ 7-ലെ ഹമാസ് ആക്രമണത്തിന് ശേഷം നിരീക്ഷണം, സൈനിക നടപടി, മറ്റ് പ്രതിരോധ ആവശ്യങ്ങൾ എന്നിവയ്ക്കായി മൈക്രോസോഫ്റ്റിന്റെ AI സങ്കേതങ്ങൾ ഇസ്രയേൽ സൈന്യം 200-ലേറെ തവണ ഉപയോഗിച്ചെന്നതായിരുന്നു കണ്ടെത്തൽ. സംഭാഷണങ്ങൾ ലിഖിത രൂപത്തിലാക്കാനും തർജ്ജമ ചെയ്യാനും രഹസ്യാന്വേഷണത്തിനും അസൂർ പ്ലാറ്റ്ഫോം ഉപയോഗിച്ചെന്ന് AP റിപ്പോർട്ട് ചെയ്തിരുന്നു. AI സങ്കേതങ്ങൾക്ക് തെറ്റുപറ്റാമെന്നിരിക്കെ യുദ്ധത്തിൽ ആരെ എവിടെയൊക്കെ ലക്ഷ്യമിടണമെന്നത് സംബന്ധിച്ച സൈനിക കാര്യങ്ങൾക്ക് അവ ഉപയോഗിക്കുന്നത് നിരപരാധികളുടെ ജീവനെടുക്കുന്നതിന് കാരണമാകുമെന്നും മനുഷ്യാവകാശ സംഘടനയെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഗാസയിൽ വംശഹത്യ നടത്താൻ ഇസ്രയേൽ സൈന്യത്തിന് സാങ്കേതിക സഹായം നൽകിയെന്നാരോപിച്ച് മൈക്രോസോഫ്റ്റിലെ ജീവനക്കാർ പ്രതിഷേധിച്ചിരുന്നു. ഇത് ചൂണ്ടിക്കാട്ടി ഇന്ത്യക്കാരി വനിയ അഗർവാൾ ഉൾപ്പെടെ മൈക്രോസോഫ്റ്റിൽ നിന്നും രാജിവെച്ചിരുന്നു.